ഹേ ഗൈസ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി X25 എഡ്ജിനെ പറ്റിയിട്ടാണ്. വളരെ ഹൈപ്പോടുകൂടി ഇറങ്ങാൻ പോകുന്ന ഒരു ഫോൺ. പക്ഷെ ഞാനിവിടെ ഹൈപ്പിനെ പറ്റിയിട്ടല്ല കേട്ടോ പറയാൻ പോകുന്നത്, കുറച്ച് കുറ്റങ്ങളാണ്. അങ്ങനെ ഒരുപാട് കുറ്റങ്ങളുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല, എങ്കിലും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സാംസങ് S25 എഡ്ജ് ഇറങ്ങുമ്പോൾ അതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ത്യയിലൊരു പ്രൈസിങ് വന്നിട്ട് 1 ലാക്ക് അടുത്താണ്, അല്ലെങ്കിൽ 1 ലാക്കിന് അപ്പുറം വരെ ആവാമെന്നാണ് പറയപ്പെടുന്നത്. അതിന് പ്രൈസിങ് വന്നാലേ അറിയാം. ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് ഞാൻ കരുതുന്നത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് തന്നെയാണ്. 3900 mAh ഉള്ളൂ. അതും ഇത്രയും വലിയൊരു പ്രൈസ് റേഞ്ചിന് അത്രയും ചെറിയൊരു ബാറ്ററി ലൈഫ് തരുന്ന ഫോൺ വേസ്റ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതിൻ്റെ ക്യാമറ സൂപ്പറാണ്. പക്ഷേ ആ സൂപ്പർ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ അത് ചാർജ് നിൽക്കണ്ടേ? അത് നിൽക്കത്തില്ല. ചിപ്പ് സെറ്റ് സൂപ്പറാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8 എലൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിലും പെർഫോമൻസിൽ ചാർജ് വേണമല്ലോ. ഈ ചാർജ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ബാറ്ററി ഇല്ലാണ്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഗെയിമിങ്ങിനായാലും നല്ലൊരു ഗെയിം സ്മൂത്തായിട്ട് കളിക്കണമെങ്കിൽ എന്തായാലും മിനിമം ചാർജ് എടുത്തിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും കുറഞ്ഞൊരു ബാറ്ററി ലൈഫ് തരുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഒരു യൂസും ഇല്ലാതായി പോകുന്നേ ഞാൻ പറയുന്നുള്ളൂ. എടുത്തു പറയാലോ, സാംസങ്ങിന് അവരുടേതായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ഈ ഫോൺ എടുക്കാം. ഒരു പ്രൈമറി സെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് എനിക്കൊരിക്കലും പറ്റത്തില്ല എന്നാണ് പറയണത്. കാരണം നമ്മളിപ്പോൾ വെളിയിൽ പോകുമ്പോഴും നമ്മുടെ ബ്രൈറ്റ്നസ് ഒക്കെ ഹൈ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. ആ ഒരു ഹൈ റെസൊല്യൂഷനിൽ ഇത്രയും ഹെർട്സിൽ നമ്മുടെ ഡിസ്പ്ലേ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ചാർജ് പെട്ടെന്ന് കുറയും. അതുമാത്രമല്ല, ഇപ്പം നമുക്ക് ക്യാമറ ഓൺ ആക്കി ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നിയാലും പെട്ടെന്ന് കുറയും. ഈ ഇൻസ്റ്റാഗ്രാം കാണണമെന്ന് വിചാരിച്ചാലും ചാർജ് നല്ലോണം വലിക്കും. അപ്പോൾ ഈ ഒരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. അതേസമയം ഇതേ റേഞ്ചും എത്താത്ത 84,000 രൂപയ്ക്ക് നമുക്ക് സാംസങ് S24 അൾട്ര കിട്ടും. ക്യാമറ നല്ലതാണ്, പ്രൊസസ്സർ നല്ലതാണ്, ബാറ്ററി ലൈഫും ഇതിനേക്കാൾ മികച്ച ഒന്നാണ്. ഇനി S24-നെക്കാട്ടും പ്രൈസ് റേഞ്ച് കുറവായിട്ടുള്ള ഫോണാണ് നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്ക് Xiaomi 15 എടുക്കാം. അതൊരു നല്ല ഓപ്ഷനാണ്. നല്ല പവർഫുള്ളായിട്ടുള്ള ചിപ്പ് സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റിൻ്റെ. അതുപോലെ തന്നെ ക്യാമറ നല്ലതാണ്. പക്ഷേ എടുത്തു പറയേണ്ടത് എടുത്തു തന്നെ പറയണമല്ലോ, സാംസങ്ങിൻ്റെ അത്രയും സൂമിങ് ക്വാളിറ്റി ഈ ഫോണുകൾക്ക് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് സൂമിങ് ക്വാളിറ്റിയും എല്ലാം വേണമെങ്കിൽ സാംസങ് S24 അൾട്ര എടുക്കുന്നതായിരിക്കും നല്ലത്. സാംസങ് ഗാലക്സി S25 എഡ്ജ് എന്നെ അത്രയും ആകർഷിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഫോണിനെ പറ്റി ഡീറ്റെയിൽഡ് റിവ്യൂ ഇട്ടിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. പിന്നെ നിങ്ങളുടെ പൈസയാണ് കഷ്ടപ്പെട്ട് കൂട്ടി വാങ്ങിയുന്ന ഫോണായിരിക്കും ചിലപ്പോൾ ഇത്. അതുകൊണ്ട് ഏത് ഫോൺ എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ സ്പെസിഫിക്കേഷനും എല്ലാം നോക്കി നിങ്ങൾക്ക് ആപ്റ്റ് ആണോ, നിങ്ങളുടെ യൂസ് എന്താണെന്ന് അനുസരിച്ച് വേണം ഫോൺ മേടിക്കാൻ. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. ഓക്കെ, ബൈ.